ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ കുളം തോരുന്ന ഒരു പരിപാടി BJPക്കുണ്ട്. ആ BJPയുടെ ആ നിലപാടിനെ എതിർക്കുക തന്നെയാണ് രാഷ്ട്രീയ ലൈൻ. പക്ഷേ കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ +4 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സ്ട്രക്ചർ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് ഉറപ്പായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം. ഇത് അന്നേ ചെയ്യണ്ടേ? എന്ന് മാത്രമല്ല, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ +4ലേക്ക് മാറേണ്ടി വരും. വേറെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ NITയിലും അതുപോലെയുള്ള ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കടക്കാനാവില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ വളരെ ന്യായമായിട്ടും ഇത് മാറ്റേണ്ടിയും വരും. കേരളം എന്തുകൊണ്ടാണ് കുറച്ച് വൈകി മാത്രം ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. PM ശ്രീ എന്ന് പേരുള്ളത് കൊണ്ടാണോ ആദ്യമേ, എന്നാൽ പിന്നെ പ്രധാനമന്ത്രിയല്ലേ വേണ്ട എന്ന് ആദ്യമേ അങ്ങ് മസിൽ പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് അവർ ക്ലിപ്പിടുന്നു. തീർച്ചയായും അന്യായമായ കാര്യത്തിൽ ആ വിരോധം വെച്ച് അവസാനം വേറെ നിവൃത്തിയില്ല വന്നപ്പോൾ സത്യം പുറത്ത് പറയുന്നു. സത്യത്തിൽ അതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാലം ചെയ്യായിരുന്നു അത് വെറുതെ. അതൊരു വശം. പക്ഷേ അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചില സ്കൂളുകളെ മാത്രം സെൻട്രൽ ഓഫ് എക്സലൻസ് ആയി ഉയർത്തി നിർത്തി ബാക്കി സ്കൂളുകളെ ഒഴിവാക്കി വിടുന്ന ഒരു രീതി കേരളത്തിന് പറ്റില്ല. കാരണം കേരളം വളരെ എല്ലാ സ്കൂളുകൾക്കും വളരെ കാര്യമായി വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ സ്കൂളുകൾക്ക് മാത്രം +4 മാത്രം വെച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. അതായത് PM ശ്രീ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സ്ട്രക്ചർ വേണം എന്ന് നിങ്ങൾ പറയുകയും PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്താൽ ഈ സ്കൂളുകളുടെ സ്ട്രക്ചറിൽ +4 വരില്ലേ? +4 വരും. അപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളിലോ? അപ്പോൾ SLC പഠിക്കുന്ന 336 സ്കൂളുകളിൽ +4, ബാക്കിയുള്ള 100 കണക്കിന് 1000 കണക്കിന് സ്കൂളുകളിൽ +2. അതെങ്ങനെ ശരിയാവും? ഇത് മൊത്തം കൺഫ്യൂഷനാണ്. ഇത് മൊത്തം പൊടിയിടലാണ്. 2-3 വർഷം കഴിയുമ്പോൾ ഈ സ്ട്രക്ചർ തന്നെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.